നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാഗ്യേട്ട മരിച്ചപ്പോ ഒറ്റപ്പെടലിന്റെ ഒരു ഫീലിംഗ് അല്ല എനിക്ക് തോന്നിയത്. കൂടെ അങ്ങ് പോവാനാ. പക്ഷെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഒരു കരയ്ക്ക് കയറ്റേണ്ട ഉത്തരവാദിത്തം എനിക്കാണെന്ന് തോന്നി. അതിന്റെ ഒരു ഓട്ടമാണ് ഈ ഗാർമെന്റ്സും സ്റ്റിച്ചിങ് യൂണിറ്റും ഇൻഷുറൻസ് ഏജൻസിയൊക്കെ ആയിട്ട് എന്നെ ഓടി നടത്തിച്ചത്. അല്ല, ഇത്രയൊക്കെ പ്രാപ്തി ഉണ്ടായിട്ടും എന്തിനാ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ? ഞാൻ തുറന്നു പറയട്ടെ സർ, എന്റെ ടെൻഷൻസ് ഒന്നും ആവശ്യമില്ലാത്തതല്ല. എനിക്ക് ആവശ്യമുള്ളത് തന്നെയാ. പിന്നെ സാറ് പറയുന്നത് പോലെ എന്തിനാ അതൊക്കെ ഇപ്പൊ ആലോചിക്കുന്നതെന്ന് ചോദിക്കാം. അത് ന്യായമാണ്. പക്ഷെ മക്കൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും എനിക്കതൊരു തരം ആവലാതിയാ. ഒരു അങ്കലാപ്പോടെ ഞാനതൊക്കെ ഫേസ് ചെയ്യും. അല്ല, ഇപ്പൊ എന്താണ് റോഡിന്റെ അരികിലൂടെ അല്ലാതെ റോഡിന് നടുക്കൂടെ നടക്കാൻ തോന്നുന്ന ടെൻഷൻ? ഏയ്, മനഃപൂർവ്വം അങ്ങനെ റോഡിന്റെ നടുവിലൂടെ നടന്നതല്ല സർ. അതിന് തക്ക വലിയ ഇൻഷുറൻസ് പോളിസി ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല. ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാമായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് നന്ദിതയ്ക്ക് മനസ്സിന് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് മാറ്ററാണ്. എന്നിരുന്നാലും ഒരു കാര്യം പറയാം. നന്ദിത പറഞ്ഞ ഈ അങ്കലാപ്പില്ലേ, ആധി, അതിനു വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാ. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഞാൻ. അതിന് തക്ക ഒരു ബലം മനസ്സിന് വരട്ടെ. ഇപ്പൊ അത്തരത്തിലുള്ള ഒരവസ്ഥയല്ല. എന്റെ കാര്യത്തിലല്ല കേട്ടോ. മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായാൽ പിന്നെ എനിക്ക് ഒന്നും നോക്കാനില്ല. മക്കള് 4 പേരുടെയും ജീവിതം ഒരു സേഫ് സോണിലാക്കിയിട്ട് നന്ദിത ജീവിച്ചു തുടങ്ങുമ്പോ പ്രായം എത്രയാകുന്ന? ഒറ്റയ്ക്കാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് വാർദ്ധക്യത്തെയാണ്. അറിയാം, ആ ഒരു ഓർമ്മ മനസ്സിലുണ്ട് സർ. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. അല്ല, ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, അടുത്താണ്. ശരി. എന്തു പറ്റി മോളെ? ചരണി വലിയ വിഷമത്തിലാ. അല്ലെങ്കിൽ ഓടി എന്റെ അടുത്തേക്ക് വരില്ല. സാരമില്ല, നമുക്ക് നോക്കാം, എന്തെങ്കിലും പരിഹാരം കാണാമെന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു സ്വസ്ഥതയുമില്ല. എന്തായാലും ഇതിന് പരിഹാരം കണ്ടെത്തിയല്ലേ പറ്റൂ. ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് തോന്നിവാസം കാണിക്കാനൊന്നും ആരെയും അനുവദിക്കരുത്. അതിന് നമുക്കും കൂടി ഉത്തരവാദിത്വമുണ്ട്. അതെനിക്കറിയാം. പക്ഷെ എങ്ങനെയാ ഇതിന് പരിഹാരം കാണണ്ടേന്ന് എനിക്കറിയില്ല. മോളെ, ഇത് കുട്ടിക്കളിയല്ല, മനഃപൂർവ്വം ദ്രോഹിക്കുന്നതാണ്. അതിന് വീട്ടുകാരുടെ കൂടി കൂട്ടുണ്ടോ എന്നറിയണം. ഒരു പെണ്ണ് എന്തും ചെയ്യാൻ ഇറങ്ങി തിരിച്ചാ അതെല്ലാം സഹിച്ച് നിന്നു കൊടുക്കണോ? അതിന്റെ ആവശ്യമില്ല. ആ പെണ്ണിന്റെ പേരെന്താണെന്ന് പറഞ്ഞ? ദിയ. ആ, ദിയ. അവളെ പോയി കാണണം. പുറത്തു വെച്ചല്ല, വീട്ടിൽ പോയി കാണണം. കണ്ട് സംസാരിക്കണം. അവളുടെ കാരണവന്മാരും അറിയട്ടെ അവളുടെ കയ്യിരിപ്പ്. അതുപോലെ തന്നെ ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും പറയണം. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവളെ അറിയിക്കുകയും വേണം. അത് വേണം മോളെ. ഞാൻ ചെന്ന് പറയട്ടെ അച്ഛാ? നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അച്ഛൻ വരണ്ട, ഞാൻ ബാലേട്ടനെ അറിയിക്കാം. ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അറിയിച്ചില്ലല്ലോ എന്നുള്ള പരാതി വേണ്ട. എന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് ബാലേട്ടൻ വരട്ടെ. എന്നിട്ട് ആധികാരികമായി സംസാരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടനല്ലേ. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ബാലേട്ടൻ സംസാരിക്കട്ടെ. നീ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല ബാലേന്ദ്രൻ വരുമെന്ന്. ഇനി അഥവാ അയാൾ തയ്യാറായാൽ തന്നെ അവള് വിടില്ല. വരണോ വേണ്ടോ എന്നെല്ലാം ബാലേട്ടൻ തീരുമാനിക്കട്ടെ. അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും നാളെ പറയരുതല്ലോ. അറിയിക്കാം, അതാ വേണ്ടത്. എന്താ ഇത്? എന്തായിരിക്കും? ഒരു ഫയല്. അതിനപ്പുറം ഇതിപ്പോ എന്താ? നീ എന്താ എന്നെ കളിയാക്കാണോ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഊഹിക്കാനൊന്നും പറ്റുന്നില്ല. പറ്റുന്നുണ്ട്.
നിനക്ക് ഏകദേശം ഒരു ധാരണയും ഉണ്ട്. പക്ഷേ എന്റെ നാവിന്ന് തന്നെ നിനക്കത് കേൾക്കണം, അല്ലേ? കേൾക്കണം. ആ, അച്ഛൻ തരുന്നത് എന്തെങ്കിലും രജിസ്റ്റേർഡ് എഗ്രിമെന്റ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയാം. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണെന്നും അച്ഛന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും എന്നെ മനസ്സിലാക്കിയിട്ടാണോ നീ വെറും ഫയലെന്ന് പറഞ്ഞ് കളിയാക്കിയത്? ഏയ്, ഞാൻ ഒരിക്കലും അച്ഛനെ കളിയാക്കില്ല. എന്റെ റോൾ മോഡൽ അല്ലേ അച്ഛൻ? പറ, എന്താ ഈ എഗ്രിമെന്റ്? മോളെ, ഇത് നീ ആഗ്രഹിച്ച എഗ്രിമെന്റ്. അച്ഛന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയിലും എസ്റ്റേറ്റ് മാനേജ്മെന്റിലും ഇനി നീ സൈലന്റ് പാർട്ണർ ആയിരിക്കും. അപ്പോ വാസുദേവനങ്ങൾ? വാസുവിന്റെ ഷെയറും ഇതുമാറ്റി യാതൊരു ബന്ധവുമില്ല. അയാളുടെ ഷെയർ അയാൾക്ക്. പക്ഷേ നീ ആവശ്യപ്പെട്ട കാര്യം നടക്കും. എങ്ങനെ? ഞങ്ങൾ 2 പാർട്ട്നേഴ്സിനും 2 ഓഫീസ് ഉണ്ടെങ്കിലും അക്കൗണ്ട് സെക്ഷൻ ഒന്നിച്ച ഓരോ ഡീലിന്റെയും എഗ്രിമെന്റ് നീ അറിയാതെ ഇനി ഞങ്ങൾ 2 പേർക്കും സൈൻ ചെയ്യാൻ പറ്റില്ല. അതെന്റെ ആവശ്യം. പക്ഷെ ഈ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കിയതല്ലേ? അത് വാസു അങ്കിള് സമ്മതിക്കണമെന്നില്ലല്ലോ. സമ്മതിക്കാതിരിക്കില്ല മോളെ. ഒന്നാമത് നമ്മള് നീയും നന്ദനുമായിട്ടുള്ള വിവാഹം നടക്കാത്തതിന്റെ ഇഷ്ടക്കേടിലാണെന്ന് അറിയാൻ വാസുവിന്. അതിന്റെ പേരില് പാർട്ണർഷിപ്പ് പിരിയോന്ന് പോലും ഭയമുണ്ടായിരുന്നു. നീ കാരണമാണ് അങ്ങനെ പിരിയാത്തതെന്ന് നമ്മൾ വിശ്വസിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്നോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് വാസുവിന്. വാസു അങ്കിളിന് മാത്രമല്ലല്ലോ, ആന്റിക്കും എന്നെ ഒരുപാട് ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞത്, ഈ എഗ്രിമെന്റ് അംഗീകരിക്കും അവര്. അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. അത് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമല്ല. ബേസിക്കലി വിഡ്ഢികളാ രണ്ടുപേരും. പറഞ്ഞു വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പാ. ബുദ്ധിയുള്ളത് നന്ദന. പക്ഷേ അച്ഛന്റെ ബിസിനസ്സില് നന്ദൻ ഇടപെടാറില്ല. അതെനിക്കറിയാവുന്നതല്ലേ. നന്ദൻ അച്ഛന്റെ ബിസിനസ്സുകളിൽ ഒന്നും താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് വലിയ പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് പറയാൻ വരട്ടെ അച്ഛാ. കാഞ്ഞ ബുദ്ധിയുള്ള ഒരാളുണ്ട് അവിടെ, ഭാനുമതി അമ്മ. അവരിതിലൊന്നും ഇടപെടാതെ നോക്കണം. അത് മാത്രമാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ ഒന്നിലും വാസുവിന്റെ അമ്മ ഇടപെട്ടിട്ടില്ല. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ബിസിനസിന്റെ മേജർ ഷെയർ നമ്മുടെ കയ്യിലിരിക്കും. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. എന്നും അലോകിനെ ഒപ്പം ഇരുത്തി ആഹാരം കഴിക്കാറ്. അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കുന്ന ഒരു സുഖ. ഞാനും അവനും ഒരേ പ്രായമല്ലേ. ഞാനും അച്ഛനോട് പറയാൻ തുടങ്ങുമായിരുന്നു. അവനില്ലാത്തോണ്ടേ വല്ലാത്തൊരു മൂകത. ഒറ്റയ്ക്ക് മാറി നിന്നിട്ടില്ല. രാത്രി വല്ലതും കഴിച്ചിട്ടുണ്ടാവോ എന്തോ. കഴിക്കാതെ പിന്നെ അവനല്ലേ പട്ടിണി കിടക്കാൻ പോകുന്നേ. കൊള്ള വാരി വലിച്ച് തിന്നുന്നുണ്ടാവും. എന്താ നീരജ ഇത്? എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് വന്നാലും അതിനോട് നീ വല്ലാത്ത ഇറിറ്റേഷനോട് കൂടിയേ സംസാരിക്കുള്ളൂ. അതെന്താ അങ്ങനെ? ഞാൻ കാര്യം പറഞ്ഞതാ. അവൻ എവിടെയായാലും ശരിക്കും ആഹാരം കഴിക്കും. പോയിരിക്കുന്നത് ജില്ലാതലത്തിലുള്ള എക്സിബിഷൻ അല്ലേ. അവിടെ ആഹാരം കിട്ടാതിരിക്കില്ല. നല്ല ഭക്ഷണമായിരിക്കും. അവൻ ഈ വീട്ടിലില്ലാത്തതിനൊരു കുറവ് അതേ പറഞ്ഞുള്ളൂ. അല്ലാതെ നീ അതേ പിടിച്ച് കയറണ്ട. അമ്മയുടെ മുത്തശ്ശന്റെ ഈ ആറ്റിറ്റ്യൂഡാ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോ നിങ്ങൾക്ക് ഈ പ്രയാസമൊന്നും തോന്നിയില്ലേ? എന്നെ കാണാത്തത് കൊണ്ട് എന്താ ഇവിടെ മൂകതയൊന്നും ഉണ്ടാവാത്തത്? ആർക്കും ഒരു വിഷമവും ഇല്ലായിരുന്നല്ലോ. ചിന്തിക്കാറുണ്ടോന്ന് പോലും സംശയോ? വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയല്ലേ മോളെ. ഒന്നിടപെട്ട ദിവസങ്ങളിൽ നിന്നെ നിർമ്മലിനെയും വിളിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ? അതും വീഡിയോ കോള്. അവസാനം ആയപ്പോ നീ ഫോണേ എടുക്കാറില്ല. അതിപ്പോ എന്റെ കുറ്റം അല്ലല്ലോ. എന്നെ അല്ലല്ലോ, അധികവും നിർമ്മലിനെയല്ലേ വിളിക്കാറ്. താല്പര്യം കൂടുതലും അവനോടാണല്ലോ. എനിക്കിതിനൊന്നും മറുപടി പറയാനില്ല. പറഞ്ഞു ഞാൻ മടുത്തതാ. മക്കളെ ആരെങ്കിലും തരംതിരിച്ച് കാണുമോ മോളെ? എല്ലാരും ഒരുപോലെയല്ലേ? എന്നായിരുന്നു ഞാനും മുമ്പൊക്കെ വിചാരിച്ചിരുന്നത്. ആ, നീ എങ്ങനെ വിചാരിച്ചാലും ഞാനത് കാര്യാക്കുന്നില്ല. പറഞ്ഞ നിനക്കൊട്ടും മനസ്സിലാവുകയില്ല. തെറ്റ് കണ്ട പറയൂന്നല്ലാതെ മനസ്സിൽ എന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ 4 മക്കളോടും.